ഹലോ ഗൈസ്, സൈലന്റ് എഫ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിലെ സൺഡേ ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം നടന്നത് മാൻ യുണൈറ്റഡ് വേഴ്സസ് ടോട്ടനം ഹോട്ട്സ്പർ ആയിരുന്നു. മാൻ യുണൈറ്റഡിന്റെ ഹോം മാച്ച് ആയിരുന്നു. ഓൾഡ് ട്രാഫോർഡിൽ നടന്ന മത്സരത്തിൽ 3-0 തോൽവിയാണ് ഇത്തവണ യുണൈറ്റഡിന് സമ്പാദിക്കാൻ കഴിഞ്ഞത്. അതില് കുറച്ചും കൂടി വിഷമം യുണൈറ്റഡ് ഫാൻസ് വരുന്നതെന്ന് വെച്ചാൽ ഒരു റെഡ് കാർഡ് കൂടി ഉൾപ്പെടുന്നു മത്സരത്തിൽ എന്നുള്ളതാണ്. ക്യാപ്റ്റനായ ബ്രൂണോ ഫെർണാണ്ടസിന്റെ റെഡ് കാർഡ് ഫസ്റ്റ് ഹാഫിൽ തന്നെ. സോ അങ്ങനെ സെക്കൻഡ് ഹാഫ് 10 ആൾ വെച്ചാണ് യുണൈറ്റഡ് കളിച്ചത്. അങ്ങനെ 3-0 എന്ന സ്കോർ ലൈനിലാണ് യുണൈറ്റഡ് തോറ്റത്. ഇനി കളിയിലെ ടീമുകളുടെ ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ ഒരു 4-2-3-1 ഫോർമേഷനിലാണ് എറിക് ടെൻ ഹാഗ് യുണൈറ്റഡ് ടീമിനെയാണ് എത്തിയിരുന്നത്. അതേസമയം ആൻജെ പോസ്റ്റെക്കോഗ്ലു ആണെങ്കിൽ ഒരു 4-3-3 ഫോർമേഷനിലാണ് ഇറക്കിയിരുന്നത്. യുണൈറ്റഡിൽ ഇത്തവണ അവരുടെ പുതിയ സൈനിങ് ആയ ഉഗാർട്ടെയെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിൽ സ്റ്റാർട്ടറായിട്ട് ഇറക്കുന്നുണ്ട്. ടോട്ടനം ഹോട്ട്സ്പർ സൈഡിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ക്യാപ്റ്റനായ സോൺ ഇഞ്ചേർഡ് ആയ കാരണം കളിക്കാനില്ല. സോ അതിന് പകരക്കാരനായിട്ട് ടീമോ വെർണറാണ് ലെഫ്റ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇനി കളി ഫസ്റ്റ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എക്സ്പെക്ടേഷൻ ഉണ്ട്, യുണൈറ്റഡിന്റെ ഹോം ഗെയിമാണ്, അപ്പോൾ യുണൈറ്റഡിന്റെ ഭാഗത്ത് നല്ലൊരു ഡോമിനേറ്റിംഗ് ഫുട്ബോൾ ഉണ്ടാകുമെന്നാണ് യുണൈറ്റഡ് ഫാൻസ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതിനെല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിരുന്ന കാര്യങ്ങൾ. കളിയുടെ ആദ്യ മിനിറ്റ് തുടങ്ങി കളിയുടെ കൺട്രോൾ ഏറ്റെടുത്തത് ടോട്ടനം ആയിരുന്നു. ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു ആ ഒരു കാര്യത്തിൽ. കളി തുടങ്ങി 3-ാമത്തെ മിനിറ്റിൽ തന്നെ അവർ സ്കോർ ചെയ്തത് റൈറ്റ് വിങ്ങറായ ബ്രണ്ണൻ ജോൺസൺ ആണ് സ്കോർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ സ്കോർ ചെയ്ത ആളെക്കാളും കൂടുതൽ അപ്രിസിയേഷൻ അർഹിക്കുന്നത് അതിന് അസിസ്റ്റ് കൊടുത്ത ആളെയാണ്. ഡിഫൻഡറായ വാൻഡവൻ. അദ്ദേഹം സ്വന്തം ടോട്ടനത്തിന്റെ ഹാഫിൽ നിന്നാണ് പൊസിഷൻ വിൻ ചെയ്ത പന്തും കൊണ്ട് റൺ ചെയ്യുന്നത്. അത് റൺ ചെയ്ത് യുണൈറ്റഡിന്റെ ഹാഫിലെത്തി യുണൈറ്റഡിന്റെ പ്ലേയേഴ്സിന്റെ നടുക്കേക്കോട് ഓടിക്കേറി നിയർ പോസ്റ്റ് എത്തുമ്പോഴാണ് അദ്ദേഹം ക്രോസ് വയ്ക്കുന്നത്. ബ്രണ്ണൻ ജോൺസൺ വളരെ ഫ്രീ ആയിട്ട് നിൽക്കായിരുന്നു. അദ്ദേഹത്തിന് വളരെ ഓപ്പൺ നെറ്റിലേക്ക് അടിച്ചുവിടുന്ന ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. സോ വാൻഡവന്റെ ആ ഒരു എഫേർട്ടും ആ ഒരു സ്പീഡും വളരെയധികം അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒരു കാര്യമാണ്. സോ അതിനുശേഷം നോക്കുകയാണെങ്കിലും യുണൈറ്റഡിന് സ്വന്തം ഹാഫിൽ ഒരു 4-5 പാസ് കളിച്ച് പൊസിഷൻ കീപ്പ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അവരുടെ ബോൾ കീപ്പിംഗ് എബിലിറ്റി ഫസ്റ്റ് ഹാഫ് എന്നല്ല ഇന്നത്തെ മത്സരത്തിൽ തന്നെ വളരെ മോശമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മിസ് പാസുകൾ വരുന്നു. അതിനേക്കാൾ ഉപരി ടോട്ടനം പ്ലേയേഴ്സിന് ഇന്റർസെപ്ഷൻസ് വളരെ ഗംഭീരമായിട്ട് തന്നെ അവർ നടത്തിയിരുന്നു. സോ അങ്ങനെ കളിയുടെ ചരട് ഏറെക്കുറെ കയ്യിൽ നിന്ന് പോയി എന്ന് നിൽക്കുന്ന സമയത്താണ് ഇടിയൊട്ടിൻ്റെ ഒരു പാമ്പ് അടിച്ച പോലെ റെഡ് കാർഡിന്റെ വരവ്. സംഭവം 42-ാമത്തെ മിനിറ്റിൽ ബ്രൂണോ മാഡിസനെ ഫൗൾ ചെയ്തതിനാണ് ബ്രൂണോ ഫെർണാണ്ടസിന് ഡയറക്റ്റ് റെഡ് കാർഡ് കൊടുക്കുന്നത്. പക്ഷെ സംഭവം കണ്ടപ്പോൾ മനസ്സിലായത് അദ്ദേഹം സ്ലിപ്പ് ആവുന്നുണ്ട്. അദ്ദേഹം ബോൾ വിൻ ചെയ്യാൻ പോകുമ്പോൾ സ്ലിപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ആ സ്ലിപ്പ് ആവുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു റിഫ്ലക്സ് വന്നിരുന്നു. പക്ഷെ ആ റിഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ലെഗ് ആവുകയാണ്. സോ മാഡിസന്റെ കാലിന് കുറച്ച് ഉയരത്തിൽ അത് ചവിട്ടുന്ന പോലെ ഒരു ആക്ഷനായി മാറുകയാണ്. സോ റഫറീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഡേഞ്ചറസ് ഒരു മൂവ്മെന്റ് ആയി പോയി. അത് അപ്പോൾ റഫറിക്ക് ഓപ്ഷൻസ് ഉണ്ടായില്ല, ഡയറക്റ്റ് റെഡ് കാർഡ് തന്നെ കൊടുത്തു. അതിനുശേഷം VAR ചെക്ക് കൊടുത്തിരുന്നു, പക്ഷെ വലിയ ചേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ടോട്ടനം ഒരു 3 ഗോളിന് മുന്നിൽ പോകേണ്ടതായിരുന്നു. അത് ഗോൾ കീപ്പറായ ഒനാനയുടെ ചില 1-on-1 സേവ്സ് ഇല്ലായിരുന്നെങ്കിൽ മേ ബി ഫസ്റ്റ് ഹാഫിൽ തന്നെ പെട്ടി കൂട്ടേണ്ടി വന്നേനെ യുണൈറ്റഡിന്. സോ ആ ഒരു റെഡ് കാർഡിന് ശേഷം എറിക് ടെൻ ഹാഗ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ കോബി മൈനോയെ മാറ്റിയിട്ട് മേസൺ മൗണ്ടിനെ ഇറക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു മൂവിന്റെ ഉദ്ദേശം എന്തായിരുന്നു അത്ര വെടിപ്പെട്ട് മനസ്സിലായില്ല. എന്തായാലും ഫസ്റ്റ് ഹാഫ് 1-0 എന്ന് പറയുന്ന സ്കോർ ലൈനിൽ യുണൈറ്റഡിനെ അത് ഒതുക്കി നിർത്താൻ കഴിഞ്ഞു. പിന്നെ ഈ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ തന്നെ സ്ട്രൈക്കറായ സിർക്സിനെ മാറ്റിയിട്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡറായ കസമീറയും കൂടി ഇറക്കി വിടുന്നുണ്ട് എറിക് ടെൻ ഹാഗ്. സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ അത്ര ഡിഫൻസീവായിട്ടല്ല യുണൈറ്റഡ് മാച്ച് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങി 2-ാമത്തെ നിമിഷത്തിൽ തന്നെ ടോട്ടനം അവരുടെ സെക്കൻഡ് ഗോൾ കണ്ടെത്തി. പൊസിഷൻ വിൻ ചെയ്ത് ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തി കുലുസെവ്സ്കിയാണ് ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത്. അതിന് അസിസ്റ്റ് കൊടുത്താണ് ബ്രണ്ണൻ ജോൺസണാണ് അസിസ്റ്റ് കൊടുത്തത്. സോ അങ്ങനെ 2-0 എന്നുള്ള അവസ്ഥയായി സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ. പ്ലസ് 10 ആളേ ഉള്ളൂ കളിക്കാനായിട്ട് യുണൈറ്റഡിന് വേണ്ടി. പക്ഷെ സെക്കൻഡ് ഹാഫിന്റെ പകുതിയോടുകൂടി കുറച്ച് കോർണേഴ്സ് എല്ലാം അടുപ്പിച്ച് വിൻ ചെയ്ത് ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യാൻ യുണൈറ്റഡിന്റെ ടീം ശ്രമിച്ചിരുന്നു. പക്ഷെ സ്റ്റിൽ അതൊന്നും റിസൾട്ട് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പിന്നെ 77-ാമത്തെ മിനിറ്റിൽ സൊലാങ്കെ സെറ്റ് പീസിൽ നിന്നും 3rd ഗോളും കൂടി നേടുന്നതോടെ കളി ഏറെക്കുറെ സീൽഡ് ആവുകയാണ്. ഇതിനുശേഷം സ്കോർ ലൈൻ ഉയർത്താനുള്ള അവസരങ്ങൾ ടോട്ടനത്തിന് ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ ഗോൾ കീപ്പറായ ഒനാനയുടെ മികവ് എടുത്തു പറയേണ്ടത്. കാരണം ഒനാനയുടെ കുറെ ഗംഭീര സേവുകൾ ഇന്നത്തെ ഈ പറയുന്ന മത്സരത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ മേ ബി
ഈ സ്കോർ ലൈൻ 3-0 അല്ല, മേ ബി ഒരു 5-0 6-0 എന്ന് പറയുന്ന കുറച്ചും കൂടി ഹ്യൂമിലിയേറ്റിംഗ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോയേനെ. സോ അതേപോലെ എടുത്തു പറയേണ്ടതാണ് ഗർനാച്ചോന്റെ പെർഫോമൻസും. അറ്റാക്കിങ്ങിൽ അദ്ദേഹത്തിന്റെ കുറച്ച് നല്ല അറ്റംപ്റ്റ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ബാലിൽ തട്ടിപ്പോയ ഷോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ഗോള് കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് കണ്ടെത്താൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്. സോ അങ്ങനെ മത്സരം 3-0 അവസാനിക്കുകയാണ്. ശരിക്കും യുണൈറ്റഡ് 3-0 അവസാനിച്ചതിന് ആശ്വസിക്കുകയാണ് വേണ്ടത്. കാരണം അവരുടെ ഇന്നത്തെ പെർഫോമൻസ് അത്രയ്ക്കും ബിലോ ആവറേജ് എന്ന് തന്നെയായിരുന്നു. അത് 10 ആളായി ചുരുങ്ങിയതിന് ശേഷമല്ല ഞാൻ പറയുന്നത്, അതിന് മുമ്പും 42ാമത്തെ നിമിഷത്തിന് മുമ്പും അവരുടെ മാച്ച് വളരെ താഴെയായിരുന്നു. ഒന്നിലും അവരുടെ ഓൾഡ് ട്രാഫോർഡ്, അവരുടെ തിയേറ്റർ ഓഫ് ഡ്രീംസിലാണ് ആ മത്സരം നടക്കുന്നത്. സോ ആ ഒരു എനർജിയോ അല്ലെങ്കിൽ ആ ഒരു എന്തൂസിയാസമോ ആ പ്ലേയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ടോട്ടനം വേറെ കീറി മുറിച്ചുള്ള പാസുകൾ കളിച്ച് അവർ മുന്നേറിയതാണെന്ന് എനിക്ക് തോന്നിയില്ല. അവരൊരു സ്പീഡി ഗെയിമാണ് കളിച്ചത്. പാസുകൾ പെട്ടെന്ന് വെക്കുക, നല്ല രീതിയിൽ ഇന്റർസെപ്റ്റ് ചെയ്യുക എന്നുള്ള ബേസിക് ഫുട്ബോൾ തന്നെയാണ് ടോട്ടനം കളിക്കുന്നത്. പക്ഷെ ഇതിന് എതിരെ ഒരു നല്ല ഒഴുക്കുള്ളൊരു ഗെയിം അല്ലെങ്കിൽ കുറച്ച് പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കാൻ പോലും സ്വന്തം ഹോം ഗ്രൗണ്ടിൽ പോലും യുണൈറ്റഡിന് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ് യുണൈറ്റഡ് ഫാൻസിന്. സോ എറിക് ടെൻ ഹാഗ് ഇതിന് എന്താണ് ഇനി പുതിയ എക്സ്ക്യൂസസ് കണ്ടുപിടിച്ച് വരിക എന്നുള്ളത് കണ്ടറിയണം. അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിൽ പുതിയ എന്തെങ്കിലും എക്സ്ക്യൂസസ് ഉണ്ടോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് എറിക് ടെൻ ഹാഗിന്റെ ഫ്യൂച്ചറിലേക്ക് തന്നെയാണ്. അതൊരു ചോദ്യചിഹ്നമാണ്. ഇപ്പോഴല്ല, കുറെ കാലമായിട്ട് അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. സോ ഈ സീസണിൽ ഇപ്പോൾ ഒരു 6 മത്സരം കഴിഞ്ഞു, 2 വിജയം മാത്രമാണ് പ്രീമിയർ ലീഗിൽ മാൻ യുണൈറ്റഡിന് അവകാശപ്പെടാനുള്ളത്. അത് മാത്രമല്ല തോൽവികളും അത്ര ഡീസന്റ് തോൽവികളൊന്നും അല്ല, അത്യാവശ്യം ഹ്യൂമിലേറ്റിംഗ് ആയിട്ടുള്ള തോൽവികളൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ സൈനിങ്സിന്റെ അഭാവം എന്ന് കോച്ചിനി പറയുമോയെന്ന് അറിയില്ല. കാരണം സൈനിങ്സ് ഇപ്പോൾ ഈ സീസൺ നോക്കുകയാണെങ്കിൽ ഡിഫൻസിൽ സൈനിങ് നടത്തിയിട്ടുണ്ട്, മിഡ്ഫീൽഡിൽ സൈനിങ് നടത്തിയിട്ടുണ്ട്, സ്ട്രൈക്കിംഗ് ഡിപ്പാർട്ട്മെന്റിൽ സൈനിങ് നടത്തിയിട്ടുണ്ട്. ആൻഡ് അറിയില്ല എന്താണ് പുതിയ അദ്ദേഹം പറയാൻ പോകുന്ന റീസൺസ് എന്താണെന്ന്. അത് മാത്രമല്ല എറിക് ടെൻ ഹാഗിനെ ഇനി എത്ര നാളിങ്ങനെ റീസൺസും എക്സ്ക്യൂസസും പറഞ്ഞ് പിടിച്ചേക്കാൻ കഴിയും എന്നുള്ളതും ഒരു വലിയ കൗതുകത്തോടെ നോക്കി കാണുന്ന ഒരു കാര്യമാണ്. യുണൈറ്റഡിന്റെ അടുത്ത മത്സരം വരുന്നത് യൂറോപ്പ ലീഗിൽ പോർട്ടോയ്ക്കെതിരെയാണ്. അതൊരു എവേ മാച്ചാണ്. അതിനുശേഷം ആസ്റ്റൺ വില്ലയ്ക്കെതിരെയുള്ള എവേ മാച്ചിലാണ് പ്രീമിയർ ലീഗിൽ അടുത്ത മത്സരം വരുന്നത്. സോ രണ്ടും ടഫ് മാച്ചസ് ആണ് വരുന്നത്. സോ എന്തായിരിക്കും, യുണൈറ്റഡ് റീബൗണ്ട് ചെയ്യുമോ അതോ ഈ അവസ്ഥ മോശമാകുമോ എന്നുള്ളത് കണ്ടറിയാം. ആൻഡ് നിങ്ങൾക്ക് ഈ മാച്ചിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതേപോലെ യുണൈറ്റഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിന്റെ ഏർലി സ്റ്റേജസിൽ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ പ്രീമിയർ ലീഗ് കാണുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.